നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടമ്മമാർക്ക് എപ്പോഴും ഉള്ളൊരു ടെൻഷനാണല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് തയ്യാറാക്കും എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ്. മുട്ടയപ്പവും മുട്ടക്കറിയും. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു ബൗളിലോട്ട് 1.5 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് പച്ചരി തന്നെ എടുക്കണേ. ഇനി പച്ചരി 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാനായിട്ട് വെക്കണം. പറഞ്ഞതൊരു 3 മുതൽ 4 മണിക്കൂർ വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി ഇട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ തലേദിവസം കുതിർത്ത് വെച്ചതാണ്. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. അരി നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അരി കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടാണ് ഇത് കുതിർക്കാനായിട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുത്തിട്ട് വരാം. കഴിയുമെങ്കിൽ ഇതുപോലത്തെ ഒരു അരിപ്പയിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം കൂടാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരിയിൽ പകുതി അരി ചേർത്ത് കൊടുക്കാം. കുതിർത്ത് വെച്ചേക്കുന്ന അരിയിൽ നിന്ന് പകുതി അരി മിക്സിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചോറും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറ് കൂടിപ്പോയാൽ കുറഞ്ഞാലും കുഴപ്പമില്ല. അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര ബാക്കി വെച്ചിട്ടുണ്ടേ. ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം, 1 കപ്പ് മുഴുവനോടെ എടുത്തിട്ടില്ല, അറൗണ്ട് ഒരു 1/4 ഭാഗത്തെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി വെള്ളം കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്ന പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. ആ ഒരു കറക്റ്റ് ഒരു പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് അരച്ചെടുക്കാനായിട്ടുള്ളത്. കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് ആക്കുമ്പോൾ ഇങ്ങനെ ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെന്നാണ് കേട്ടോ. അരച്ചെടുത്തത് ഒരു ബൗളിലോട്ട് മാറ്റാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് ലൂസാവും. ഒത്തിരി ലൂസായി പോരുത്. അടുത്ത സെറ്റ് അരിയും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ബാക്കി ചോറും കൂടി ചേർക്കുക. അപ്പോൾ ചോറ് ചേർക്കുമ്പോൾ അതും കൂടിപ്പോരുതേ. മാക്സിമം ഒരു 1/2 കപ്പ് ചോറ് മാത്രം ചേർക്കുക. 1/2 കപ്പിനെക്കാട്ടും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ ബാക്കി വന്ന വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മാവ് അരച്ചതിന് ശേഷം ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പലഹാരം തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവാട്ടോ. വെള്ളം കൂടിപ്പോയാൽ പലഹാരം കറക്റ്റായിട്ട് തന്നെ കിട്ടില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് തന്നെ ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് നമുക്ക് തയ്യാറാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുക. ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ മിഡിൽ ഭാഗത്താട്ടോ ഇങ്ങനെ ഒഴിക്കേണ്ടത്. ഫ്ലെയിം ഒത്തിരി കൂടിപ്പോയത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കാനായിട്ടുള്ളത്. ഏതാണ്ട് 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മാവ് ഇതുപോലെ ഒന്നിങ്ങനെ പൊങ്ങി വരും. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചൂടെണ്ണ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കുക. ഇനിയും കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും കുറച്ച് നേരം എണ്ണയിലിട്ട് വറുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പരുവം കിട്ടിയെന്ന് വരില്ല. 2 അല്ലെങ്കിൽ 3ാമത്തെ അപ്പം തയ്യാറാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി അപ്പം ദോശയൊക്കെ തയ്യാറാക്കുന്നതിനെക്കാട്ടിലും ഇതുപോലൊരു വെറൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിൻ്റെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അടുത്ത ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ടാണ് ബാറ്റർ ഒഴിക്കേണ്ടതായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ ചുരുങ്ങിപ്പോവും. ഇതുപോലെ ബാക്കിൻ്റെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഒരു 13 പലഹാരം നമുക്ക് തയ്യാറാക്കാം. ഇതിൻ്റെ പേര് ശരിക്കും എല്ലാവർക്കും അറിയുന്നതാണ്, മുട്ടയപ്പം എന്നാണ്. അതായത് മുട്ട ചേർക്കാത്ത മുട്ടയപ്പം. ഇത് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഷാട്ടോ ഇത്. ഇതിൻ്റെ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നോൺ വെജ് കറിയാണ്. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു മുട്ടക്കറി ആട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുട്ടക്കറി ആട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറി കേട്ടോ. മുട്ടക്കറി തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറിയ സ്പൂണ് കടുക്, വറ്റൽമുളക്, കരിവേപ്പില ഇവ ചേർത്ത് കൊടുക്കുക. ഇവ നന്നായിട്ട് മൂത്ത് വന്നാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ 3 സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തേക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സാധാരണ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് കുറച്ചധികം സമയം എടുത്തിട്ടില്ലേ ഉള്ളി വഴറ്റിയെടുക്കാറ്. അപ്പോൾ ഇത് മാക്സിമം ഒരു 1 അല്ലെങ്കിൽ 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. അതായത് ഉള്ളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം, അത്ര മതിയാകും. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം തീരെ സിമ്മിലാക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. പച്ചമുളക് ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ മസാലയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലകളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം പകുതി ടൊമാറ്റോ കട്ട് ചെയ്തേക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി മസാലയും ടൊമാറ്റോയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും. ഒത്തിരി വെള്ളം ചേർക്കേണ്ട, കാരണം സവാളയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ലിഡ് അടച്ചിട്ട് 2 വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. 2 വിസിലാകുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടക്കറി റെഡിയായി കിട്ടും. അങ്ങനെ 2 വിസിലായപ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫാക്കി പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്തു. ഇനി ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം പാകത്തിനായിരുന്നു. കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് 1-2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. സമയം ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പും എരിവൊക്കെ പാകത്തിനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അതുപോലെ തന്നെ എന്ത് ഈസി ആയിട്ടില്ലേ മുട്ടക്കറി തയ്യാറാക്കിയത്. ഇതിലോട്ട് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. മുട്ട ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടാണ് ചേർക്കാനായിട്ടുള്ളത്. എന്നാൽ മാത്രമേ മസാലകൾ മുട്ടയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ. ഇനി ലാസ്റ്റ് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു മുട്ടക്കറി പൊറോട്ട, അപ്പം, ഇടിയപ്പത്തിനോടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. മിക്ക വീട്ടമ്മമാരുടെയും ടെൻഷനാണല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് തയ്യാറാക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുട്ടയപ്പം തയ്യാറാക്കിയെടുക്കാം. കൂടെ തന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. ഈ ഒരു കോംബോ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയാണ്. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഒരെണ്ണം എടുത്തൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മുട്ടയപ്പം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്